ഇനി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ചോറെടുത്തോളൂ. ഇനി പായസം കൊടുക്കാം. എന്താ നിന്റെ ഉദ്ദേശം? എന്നെ ഭീഷണിപ്പെടുത്തി ഇതെല്ലാം ചെയ്ത് ഞാനാണെന്ന് സമ്മതിപ്പിക്കാനാണോ? എങ്കിലത് നടക്കില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ആ ജോലിക്കാരിയെ നിങ്ങളാ വിളിച്ചത്. അപ്പൊ നിങ്ങളറിയാതെ ഇതൊന്നും നടക്കുകയില്ല. നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്. ഞാൻ വിളിച്ചിട്ടല്ല ആ ജോലിക്കാരി വന്നത്. ഞാൻ വിളിച്ചത് മറ്റുള്ളവരെയാ. അവരെയാ ഏജൻസിക്കാർ ഇങ്ങോട്ട് അയച്ചത്. അല്ലാതെ ആ സ്ത്രീ എവിടുന്ന് വന്നു, എന്തിനു വന്നു, അതൊന്നും എനിക്കറിയില്ല. ദേ, വെറുതെ ഈ കുടുംബത്തിനകത്ത് എല്ലാരും എന്റെ ശത്രുക്കളാക്കരുത്. ഞാൻ ഈ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വീട്ടിലെ മൂത്ത മരുമകളാ നിങ്ങളെങ്കിലും നിങ്ങളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഒരു ദുരൂഹതയുണ്ട്. മറ്റെന്തോ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പോലെ ഒരു ഒളിവും മറയും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ട്. ഇതാപ്പ നന്നായത്. നിന്റെ ഫ്രസ്ട്രേഷൻ എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. ആ കുഞ്ഞുങ്ങൾക്കാരോ വിഷം കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. നീ ഇനി എന്നെ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും എന്റെ ഉത്തരം ഇത് തന്നെയായിരിക്കും. ഈ സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ഞാൻ തെളിയിക്കാം. എന്നാ തെളിയിച്ച് കാണിക്കും. നീ പെണ്ണാണെന്ന് അന്ന് ഞാൻ സമ്മതിക്കാം. മക്കളെ, എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിടുന്നത്? അർച്ചന പറയുന്നത് കേട്ടോ അച്ഛാ, ഇതിന്റെ എല്ലാം പിന്നിൽ ഞാനാണെന്ന്. ആ കുഞ്ഞുങ്ങള് എന്റെയും കൂടെ കുഞ്ഞുങ്ങളല്ലേ. മനസ്സുകൊണ്ട് പോലും എനിക്ക് അവരെ ദ്രോഹിക്കാൻ പറ്റുമോ? അർച്ചന എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ആദ്യത്തെ തവണയൊന്നും അല്ല. ഇതുപോലെ എന്ത് സംഭവം ഉണ്ടായാലും അർച്ചന ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നെയാ. എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ളതുപോലെയാ അർച്ചന എന്നോട് പെരുമാറുന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏജൻസി നാളെ വിളിച്ചു, അത് ശരിയാ. പക്ഷേ ആ സ്ത്രീ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. ഇത് ഞാൻ എത്ര തവണ പറഞ്ഞു. എന്നിട്ടും ഇതാർക്കും വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അർച്ചനെ, അവന്തിക പറയുന്നതിലും കാര്യമുണ്ട്. ആ സ്ത്രീ എവിടെ നിന്ന് വന്നുവെന്ന് അവന്തികയ്ക്കും അറിയില്ല. ആ സ്ത്രീയെ ഇവള് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ?
നീ വിഷമിക്കണ്ട. അർച്ചന അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞ രണ്ടുപേരും ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് വാ. എല്ലാവരും ഊണ് കഴിക്കാൻ കാത്തിരിക്കുക. അച്ഛന് നിങ്ങളെ കുറച്ചെങ്കിലും വിശ്വാസമുള്ളതുകൊണ്ട് ഈ വീട്ടിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, കുറച്ചു നാളത്തേക്ക് എല്ലാവരുടെയും കണ്ണുകെട്ടാം, പറഞ്ഞു പറ്റിക്കാം. പക്ഷെ ഒരു ദിവസം എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ കള്ളത്തരം, നിങ്ങളോടുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെടും. അന്ന് നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതം അവസാനിക്കും. അവസാനിപ്പിക്കും ഞാൻ. മോള് ദൂരം ഉറങ്ങിയില്ലേ? എടോ, താൻ കേട്ടില്ലേ? എന്തെത്ര ആലോചന! ഇതിന്റെ എല്ലാം പിന്നിൽ അവര് തന്നെയായിരിക്കും. ശത്രു നമുക്ക് പിന്നിലുണ്ട്.
ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, കുറച്ച് നാളത്തേക്ക് എല്ലാവരുടെയും കണ്ണുകെട്ടാം, പറഞ്ഞു പറ്റിക്കാം. പക്ഷെ ഒരു ദിവസം എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ കള്ളത്തരം, നിങ്ങളോടുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെടും. ആ സാഹചര്യമല്ല ഇപ്പൊ ഉള്ളത്. ഒന്നിനും ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. ആര് പറഞ്ഞു? ഞാനിപ്പോ സ്നേഹയുടെ ഭർത്താവാ. അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അതോടെ എല്ലാം തീരും. ഓ, അത് ശരി. നീ ഇപ്പോ വലിയ ഭർത്താവ് ഉദ്യോഗസ്ഥനായി. നീയോ എന്നെ ചതിക്കാൻ ശ്രമിച്ചാ? അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? നീ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ആരെയും ചതിക്കില്ല. പക്ഷെ ഇന്ന് നീ ചെയ്തത് ദൈവം പോലും ക്ഷമിക്കാത്ത തെറ്റാ. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. സഹായം മാത്രം മതി. ഈ കുടുംബത്തോട് ഇവിടെയുള്ളവരോട് നിനക്ക് ശത്രുതയുണ്ട്. അതിന് നിനക്ക് കാരണങ്ങളുണ്ട്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു? നീ എനിക്ക് വേണ്ടിയാണോ ഇവിടെയുള്ളവർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്? കല്യാണം കഴിച്ച ഉടനെ നീ പുണ്യളനായിപ്പോയോ? എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം. നീ ഇപ്പൊ തന്നെ എന്റെ മുറിയിലേക്ക് വരണം. ഇപ്പൊ വരാൻ പറ്റില്ല. സ്നേഹ ഇവിടെ ഉണ്ട്. നീ വന്നില്ലെങ്കിൽ നീ ആരാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാരും അറിയും. എന്നെ ഭയപ്പെടുത്താൻ നോക്കാണോ? അത് നടക്കില്ല. ഞാൻ ആരാണെന്ന് ഇവിടെയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ നീ ആരാണെന്നും അവരറിയും. ഞാൻ ആരും ചതിച്ചിട്ടില്ല. പക്ഷെ ഇനിയെങ്കിലും എനിക്കൊരു മനുഷ്യനായി ജീവിച്ച കൊള്ളാമെന്നുണ്ട്. എന്നെ വിട്ടേക്ക്. പോകാം. അവളെ ചെന്ന് കാണാം. ഇന്നത്തോടെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചേ പറ്റൂ. സച്ചേട്ടാ, എന്താ? മോളെ ഒന്ന് പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. താനോട് പോവാ? മോളുടെ ഡ്രസ്സ് കഴുകിയിട്ടത് എടുക്കാൻ മറന്നു. ഞാനത് എടുത്തിട്ട് ഇപ്പൊ വരാം. ഞാൻ കൂടെ വരണോ? വേണ്ട, മോളെ നോക്കിയാൽ മതി. വയ്യ, എനിക്ക് മടുത്തു. സ്നേഹ ഒരു പാവമാണ്. അവളെ ദ്രോഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതുവരെ നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പറ്റില്ലെന്നാണോ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ? അവളുടെ കഴുത്തിലൊരു താലി കെട്ടിയെന്ന് കരുതി നെല്ലിശ്ശേരിയിലെ മരുമോന്റെ കസേരയില് നീ സ്വയം കയറി അങ്ങ് ഇരുന്നോ? ചോറൂണി ചടങ്ങിന് അവര് നിന്നെ വിളിക്കാൻ സമ്മതിച്ചത് അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയ. ചാകാൻ പോകുന്ന കിഴവനോടുള്ള ഔദാര്യം. അല്ലാതെ പെങ്ങളുടെ ഭർത്താവായി നിന്നെ സ്വീകരിച്ച് വാഴിക്കാൻ വേണ്ടി വിളിച്ചു കയറ്റിയതല്ല. അത് ഓർമ്മ വേണം നിനക്ക്.
ഒന്ന് ഞാൻ പറയാം, എന്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അതോടെ നീ തീരും. എന്റെ പ്രതികാരത്തിന്റെ ആഴവും അതിർവരമ്പും നിർണയിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന അനുസരിക്കല് മാത്രമാണ് നിന്റെ ജോലി. ആ കരാറില നീ ഇവിടേക്ക് വന്നത്. ഇപ്പൊ നീ എന്നെ ചതിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് നീ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നീ പറയുന്നതെല്ലാം അതുപോലെ ചെയ്തു തരാൻ ഞാൻ നിന്റെ അടിമയല്ല. നമ്മൾ തമ്മിലൊരു കരാറുണ്ടെന്ന് കരുതി എല്ലാ കാലവും എന്നെ അതിൽ കുരുക്കിടാമെന്ന് കരുതരുത്. അത് നടക്കില്ല. നിന്നോടൊപ്പം ചേർന്ന് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്തതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇനി എനിക്ക് വയ്യ. നമുക്കിത് ഇവിടെ നിർത്താം. ചതിക്കാൻ വേണ്ടി തന്നെയാ സ്നേഹയെ കല്യാണം കഴിച്ചത്. പക്ഷെ ഇപ്പം എനിക്കതിന് പറ്റുന്നില്ല. ജീവിതത്തിൽ എന്തോ പുതിയ പ്രതീക്ഷ കിട്ടിയതുപോലെ. നീ കാരണം ഞങ്ങൾ രാത്രി പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ജന്മത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നെ ചതിച്ചിട്ട് നെല്ലിശ്ശേരിയിലെ മരുമകനായിട്ട് എന്റെ മുന്നിൽ നീ അവളോടൊപ്പം സുഖിച്ച് ജീവിക്കാന്ന് നീ കരുതേ വേണ്ട. അന്ന് നിന്റെ അവസാനമായിരിക്കും. മരിക്കാൻ എനിക്ക് പേടിയില്ല. നെല്ലിശ്ശേരിയിലെ മരുമകനാകുന്നതിൻ്റെ സൗഭാഗ്യങ്ങൾ കണ്ട് മോഹിച്ചിട്ടുമല്ല. പക്ഷെ എനിക്കിനി സ്നേഹി ചതിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഞാൻ ഒന്നിനുമില്ല. വേണമെങ്കിൽ നിനക്കെന്നെ കൊല്ലാം. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇപ്പോൾ ഓരോ ജീവിതങ്ങളുണ്ട്. പറഞ്ഞ് അതിനെ ഇല്ലാതാക്കരുത്, നശിപ്പിക്കരുത്. നിന്റെ ഉള്ളിലുള്ള പകയും പ്രതികാരമൊക്കെ മറന്ന് ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക്. സ്വന്തം ഭർത്താവിനെയും ഇവിടെയുള്ളവരെയൊക്കെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. ജീവിതത്തിലെ സന്തോഷം എന്താണെന്നുള്ളത് അപ്പം നിനക്കറിയാൻ പറ്റും. ഇവർക്കിടയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അവന്തിക എന്തിനാ അവനിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അതിന് മാത്രം എന്ത് സ്വാധീനമാണ് അവൾക്ക് ധനുഷിന്റെ മുകളിലുള്ളത്? കണ്ടിട്ട് എല്ലാവരും ക്ഷേത്രത്തിൽ പോയി വരുന്ന മട്ടുണ്ടല്ലോ. അതെ അങ്കിളെ, വിഷു അല്ലേ? വിഷുക്കണി വീട്ടിൽ നിന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഇന്ന് അമ്പലത്തിലൊന്ന് പോവാന്ന് വെച്ചു. എല്ലായിടത്തും വിഷുവിന്റെ നല്ല തിരക്കാ. ഇവിടെ ഞങ്ങളും വിഷുക്കണി ഒരുക്കുന്നുണ്ട്. ഞങ്ങൾ അകത്തേക്ക് ചെല്ലട്ടെ. വാ മോളെ. അച്ചടാ, ഇതാരാ ഇത്?
കുഞ്ഞാവേ നമുക്ക് ചന്ദനം തൊടാം. ആ എന്താടാ? 2 കൊച്ചുമക്കള് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാ.